Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. We are on Technofactory with me Sumod. And guys, നമ്മൾ നേരത്തെ കുറേ വീഡിയോസ് ചെയ്തായിരുന്നു ലാപ്ടോപ്പ് റെക്കമെൻഡേഷൻസിനെ കുറിച്ച്. 20,000 റുപ്പീസിന്റെ ബേസിക് ലാപ്ടോപ്സ് ഉണ്ടായിരുന്നു. അതിനു മുമ്പേ 35,000 റുപ്പീസിന്റെ നോർമൽ ലാപ്ടോപ്സ് ചെയ്തായിരുന്നു. പിന്നെ 50,000 റുപ്പീസ് ആ റേഞ്ചിൽ വരുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ കുറച്ച് റെക്കമെൻഡേഷൻ വീഡിയോസ് ചെയ്തിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 20,000 റുപ്പീസ് തൊട്ട് ഒരു 40,000 റേഞ്ചിൽ വരുന്ന ബേസിക് ലാപ്ടോപ്സ് ആണ്. എല്ലാം തന്നെ ബേസിക് ലാപ്ടോപ്സും ഹോം യൂസും സ്റ്റുഡന്റ് യൂസും ഓർ ഓഫീസ് പർപ്പസ് യൂസിനും വേണ്ടി യൂസ് ചെയ്യാവുന്ന ലാപ്ടോപ്സ് ആണ്. സോ തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ബേസിക് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് എന്ന് പറയുന്ന ലാപ്ടോപ്സ് ഒന്നും തന്നെ ഗെയിമിംഗ് ലാപ്ടോപ്സോ ഹൈ എൻഡ് എഡിറ്റിംഗ് ലാപ്ടോപ്സോ ഒന്നുമല്ല. സോ ആ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലാപ്ടോപ്സ് ഒന്നുമല്ല. മേ ബി ലാസ്റ്റ് പറയുന്ന ഒന്നോ രണ്ടോ മോഡൽസിൽ ലൈറ്റ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. കാരണം അതിൽ ഡെഡിക്കേറ്റഡ് ചെറിയ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് വെഗ 8 ഗ്രാഫിക്സ് വരുന്നുണ്ട്. സോ അത് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഗെയിമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എഡിറ്റിംഗ് ഹൈ എൻഡ് എഡിറ്റിംഗ് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ബേസിക് 20 and 25,000 റുപ്പീസിന്റെ ലാപ്ടോപ്സ് എന്ന് പറയുമ്പോൾ സ്കൂൾ യൂസിന് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സിനും ഇതുപോലത്തെ സംഭവങ്ങൾ അവർ ടീച്ചേഴ്സിന് വേണ്ടി ക്ലാസ്സുകൾക്കും സൂം വീഡിയോ കോൾസിനും ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ബേസിക് ലാപ്ടോപ്സ് ആണ്. കുറച്ച് സ്ലോ ആയിരിക്കും. ഇൻ കേസ് 1TB HDD മോഡൽ ആണെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും. ബെറ്റർ 256GB SSD മോഡൽസ് ഉണ്ടാകും. സോ ഇതെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 35,000 and 40,000 റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കോളേജ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം. പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഇതുപോലത്തെ സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ആൻഡ് ഓഫീസ് പർപ്പസ് യൂസിനൊക്കെ പ്രസന്റേഷൻസും കാര്യങ്ങളും ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, 30 and 40 എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് ഞാൻ സെക്കൻഡ് ടൈം ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ലാപ്ടോപ്സിന്റെയും കമ്പ്യൂട്ടർ പാർട്സിന്റെയും പ്രൈസസ് ഇപ്പം നല്ലപോലെ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. ലാപ്ടോപ്പിന്റെ പ്രൈസസ് ഡെയിലി കൂടുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ ഇത് ഞാൻ 2 ആഴ്ച മുമ്പേ എടുത്തു വെച്ച പ്രൈസസ് ആണ്. ആ ഒരു പ്രൈസസ് വെച്ചാണ് ഒരു 2-3 ദിവസം മുമ്പേ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത്. പക്ഷേ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് പ്രൈസസ് വീണ്ടും നോക്കിയപ്പോഴാണ് ടോട്ടലി പ്രൈസസ് മാറിയിട്ടുണ്ട്. സോ വീണ്ടും ഇത് റീഷൂട്ട് ചെയ്താണ്. ഇത് ഇപ്പോഴത്തെ പ്രൈസ് ആണ്, ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഇന്നത്തെ പ്രൈസ് ആണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത്. സോ മേ ബി വീഡിയോ ലൈവായി വന്നു കഴിയുമ്പം ചിലപ്പോൾ പ്രൈസസ് കൂടാനോ കുറയാനോ ചാൻസസ് ഉണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജസ്റ്റ് പ്രൈസസ് നിങ്ങൾ മറ്റു വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ലോക്കൽ ഓഫ്ലൈൻ സ്റ്റോർസിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ബാറ്ററി ബാക്കപ്പ് നമ്മൾ 25,000 ഈ റേഞ്ച് ഒക്കെ നോക്കുവാണെങ്കിൽ 30,000 ആവറേജ് ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും കിട്ടുന്നത്. കമ്പനി പറയുന്ന പോലെ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ നോക്കി കഴിഞ്ഞാലും 5 hours അല്ലെങ്കിൽ 6 hours എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ശരിയല്ല. 3 to 4 hours മാക്സിമം നമുക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ അതും യൂസ് ഡിപ്പെൻഡന്റ് ആണ്. നിങ്ങൾ ഹൈ യൂസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നതായിരിക്കും ബാറ്ററി. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, 30,000 താഴെയുള്ള റേഞ്ചിൽ നമുക്ക് ഒരിക്കലും ഫുൾ HD ഓപ്ഷൻ ഇല്ല. നോർമൽ HD ഓപ്ഷൻ ആണ് കിട്ടുന്നത്. 30,000 ഏതോ ഒരു മോഡൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നോർമലി 25,000 ഓർ അതിന് താഴെയുള്ളതെല്ലാം HD വേർഷൻസ് ആണ്. മറ്റൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ലോ എൻഡ് ലാപ്ടോപ്സിൽ DVD ഡ്രൈവ് വരുന്നതല്ല. സോ ഇൻ കേസ് നിങ്ങൾക്ക് DVD യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ DVD ഡ്രൈവ് യൂസ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ സ്റ്റോറേജും ചില മോഡൽസിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് സ്റ്റോറേജ് ആണ് ചൂസ് ചെയ്തത്. SSD സ്റ്റോറേജ് ഉള്ളതാണ് ഞാൻ മാക്സിമം ചൂസ് ചെയ്തത്. കാരണം കുറച്ചുകൂടി സ്പീഡ് ബെറ്റർ ആയിരിക്കും കിട്ടുന്നത്. 1TB 5400 RPM ഉള്ള നോർമൽ ഹാർഡ് ഡിസ്കിനെക്കാളും എത്രയോ ബെറ്റർ ആണ് SSD യൂസ് ചെയ്യുന്നത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റോറേജ് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അതും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യേണ്ടി വരും. എന്തായാലും വീഡിയോയുടെ അവസാനം കുറച്ച് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിന്റെയും കുറച്ച് എക്സ്റ്റേണൽ DVD ഡ്രൈവ്സിന്റെയും ഞാൻ ലിങ്ക്സും കാര്യങ്ങളും പറയുന്നുണ്ട്. സോ എന്തായാലും ലാപ്ടോപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പെസിഫിക്കേഷൻസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പറയുന്നില്ല. ബേസിക് സ്പെസിഫിക്കേഷൻസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കി സ്പെക്സ് എല്ലാം നിങ്ങൾക്ക് സൈഡിൽ ഇവിടെ കാണാവുന്നതാണ്. സോ ഫസ്റ്റ് വരുന്നത് ഡെല്ലിന്റെ ഇൻസ്പിറോൺ മോഡൽ ആണ്. മോഡൽ നമ്പർ 3595. ഇതിൽ വരുന്നത് 15.6 ഇഞ്ചിന്റെ HD ഡിസ്പ്ലേ ആണ്. AMDയുടെ Athlon A9 9425 പ്രോസസർ ആണുള്ളത്. ഡ്യുവൽ കോർ പ്രോസസർ ആണ്. 3.7 GHz വരെ സ്പീഡ് കിട്ടും. 4GB RAM ആണുള്ളത്. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ആണ്. 8GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. 1TBയുടെ നോർമൽ ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. USB 3.1, USB 2, HDMI ഉണ്ട്, SD കാർഡ് റീഡർ ഉണ്ട്, വെബ്കാം ഉണ്ട്. വിൻഡോസ് 10ഉം ഓഫീസും ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഓഫീസ് എനിക്ക് തോന്നുന്നു 1 year സബ്സ്ക്രിപ്ഷൻ എന്തോ ആയിരിക്കും. വിൻഡോസ് 10ന്റെ ഹോം എഡിഷൻ ആക്ടിവേറ്റഡ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. ആൻഡ് കമ്പനി പറയുന്നത് 6 hours ബാറ്ററിയാണ്. സോ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കുറച്ച് നമ്മൾ ഇത് ചെയ്താൽ മതി. ഒരു 4 to 4.5 hours ബാറ്ററി കിട്ടുന്നതായിരിക്കും. സോ ഇൻസ്പിറോൺ 3595യുടെ പ്രൈസ് വരുന്നത് ഇന്നത്തെ പ്രൈസ് 22,090 റുപ്പീസ് ആണ്. സോ ഇത് ചേഞ്ച് ആകാം. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് മോഡൽ ഉള്ള ഏസറിന്റെ ഒരു മോഡലാണ്. ഏസർ ആസ്പയർ 3 തിൻ മോഡലാണ്. ഇതിന്റെയും പ്രൈസ് ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പം 18,990 റുപ്പീസ് ആയിരുന്നു. ഇപ്പം ഏതാണ്ട് 24,990 ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ മേ ബി കുറച്ച് കഴിഞ്ഞ് ഇത് കുറയുമായിരിക്കും, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ
ജസ്റ്റ് പ്രൈസസ് നോക്കിയിട്ട് വാങ്ങിക്കുന്നത് നല്ലതാണ്. മോഡൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ A315-22 ആണ്. 15.6 HD ഡിസ്പ്ലേ, AMD Athlon A49120E പ്രോസസറാണ്. ഡ്യുവൽ കോർ പ്രോസസറാണ്. 2.2 GHz സ്പീഡാണ്. 4GB DDR4 RAM ആണുള്ളത്. 8GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. വൈഫൈ, ബ്ലൂടൂത്ത്, USB 3, USB 2, HDMI, വെബ്കാം ഇതെല്ലാം ഇതിലുണ്ട്. വിൻഡോസ് 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. 5 hours ബാറ്ററി ലൈഫ് ആണ് പറയുന്നത്. സോ 18,000 ആ റേഞ്ചിൽ ഇത് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബേസിക് ലാപ്ടോപ്പ് ആണിത്. സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഓൺലൈൻ ക്ലാസ്സസിനൊക്കെ ഏറ്റവും ചീപ്പായിട്ടുള്ള 18,000 കിട്ടുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. മറ്റുള്ളത് ഒരു ലെനോവോയുടെ മോഡലാണ്, ലെനോവോ S145. ഇത് ഏറ്റവും ഒരു നല്ലപോലെ ഹൈ സെല്ലിംഗ് ഒരു മോഡലാണ്, ലെനോവോയുടെ S145 മോഡൽ. ശരിക്കും പറഞ്ഞാൽ ലെനോവോ S145 സീരീസിൽ ഇഷ്ടംപോലെ ലാപ്ടോപ്സ് ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി 25,000 റുപ്പീസ് റേഞ്ച് തൊട്ട് നമുക്ക് 50-60,000 റേഞ്ചിലുള്ള ലാപ്ടോപ്സ് ഈ ഒരു സീരീസിലുണ്ട്. സോ നിങ്ങളുടെ ഏതാണ് പ്രൈസ് റേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ 1-2 മോഡൽസ് സ്പെസിഫിക് ലോ ബഡ്ജറ്റിൽ പറയുന്നതാണ്. സോ ഇവിടെ ഞാൻ പറയുന്ന മോഡലാണ് ലെനോവോ S145. മോഡൽ നമ്പർ 81UT001CIN ആണ്. 15.6 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ ഫുൾ HD ആണ് ഡിസ്പ്ലേ വരുന്നത്. AMDയുടെ Ryzen 3 3200U പ്രോസസറാണ്. 3.5 GHz വരെ നമുക്ക് മാക്സിമം ടർബോ കിട്ടുന്നതാണ്. ഡ്യുവൽ കോർ പ്രോസസറാണ്. Vega 3 ഗ്രാഫിക്സ് ആണ് ഇതിൽ വരുന്നത്. 4GB ആണ് RAM. എക്സ്പാൻഡ് ചെയ്യാം. 12GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. 1TBയുടെ നോർമൽ സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. ഇതിന്റെ തന്നെ 256GBയുടെ സ്റ്റോറേജ് ഉണ്ട്. SSD സ്റ്റോറേജ് വരുന്നുണ്ട്. അതേപോലെ 512GBയുടെ NVMe SSD സ്റ്റോറേജ് വരുന്നുണ്ട്. സോ അത് സ്റ്റോറേജ് അനുസരിച്ച് പ്രൈസ് കൂടും. ചിലപ്പം 3,000 to 4,000 റുപ്പീസ് കുറച്ച് കൂടുമായിരിക്കും. 30,000 അല്ലെങ്കിൽ 31,000 റേഞ്ച് ആയിരിക്കും. പക്ഷേ നോർമൽ HDDയുടെ മോഡലിന്റെ പ്രൈസ് ആണ് 27,990. 10 ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ചില മോഡൽസിൽ ഓഫീസ് 2019 ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഒരു ഇന്റലിന്റെ മോഡൽ ഉണ്ട്. ഇതേ സെയിം ലെനോവോ S145 ഇന്റൽ i3 8130U പ്രോസസർ, ഇന്റലിന്റെ UHD 620 ഗ്രാഫിക്സ് ഉള്ളത്. ഇതും 32,000 റേഞ്ച് ആണ്. പക്ഷേ ഇപ്പൊ നോക്കുമ്പോൾ 35,000 റുപ്പീസ് 990 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ലേറ്റസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ മോഡലിന്റെ ലെനോവോ S145 സീരീസിലെ തന്നെ 10th ജനറേഷൻ ഒരു പുതിയ മോഡലുണ്ട്. സെയിം തന്നെയാണ് സീരീസ് എല്ലാം തന്നെ വരുന്നത്. മോസ്റ്റ് സ്പെക്സ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ 10th ജനറേഷൻ പ്രോസസർ ആണ് ഇതിൽ വരുന്നത്. സോ നെക്സ്റ്റ് ഉള്ളത് HP-യുടെ ഒരു മോഡലാണ്. HP 15S എന്നാണ് മോഡൽ. ഇതിന്റെ എക്സാക്ട് മോഡൽ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 15SEQ0007AU എന്നാണ്. ഇതിന്റെ 2 വേർഷൻസ് ആക്ച്വലി ഉണ്ട്. ഒരു 1TB നോർമൽ ഹാർഡ് ഡിസ്ക് വേർഷനും ഒരു SSD ഉള്ള വേർഷനും. 1TB വേർഷൻ ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. സോ ബെറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് SSD ഉള്ള വേർഷൻ ആണ്, SSD സ്റ്റോറേജ് ഉള്ളത്. സോ 15.6 ഇഞ്ചിന്റെ ഫുൾ HD സ്ക്രീൻ ആണ് വരുന്നത്. AMD Ryzen 3200U പ്രോസസർ ആണ്. AMDയുടെ തന്നെ Vega 3 ഗ്രാഫിക്സ് ആണുള്ളത്. 4GBയുടെ RAM ആണ്. 16GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 256GBയുടെ NVMe SSD സ്റ്റോറേജ് ആണ് ഇതിലുള്ളത്. വൈഫൈ, ബ്ലൂടൂത്ത്, ക്യാമറ, USB 3.0, USB Type-C ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. Type-A ഉണ്ട്. സോ ഇതിന്റെ പ്രൈസ് വരുന്നത് 30,999 റുപ്പീസ് ആണ്. നേരത്തെ പറഞ്ഞ 1TB നോർമൽ ഹാർഡ് ഡിസ്കിന്റെ എനിക്ക് തോന്നുന്നു 27,000 ആ റേഞ്ച് ആണ്. പക്ഷേ അത് കുറച്ച് സ്ലോ ആണ്, നോക്കി വാങ്ങിക്കാം. നെക്സ്റ്റ് ലാപ്ടോപ്പ് ASUSന്റെ Vivo Book സീരീസിലുള്ളതാണ്. ASUS Vivo Book മോഡൽ നമ്പർ X510QA-EJ22T ആണ്. 15.6 ഇഞ്ചിന്റെ ഫുൾ HD ആന്റി-ഗ്ലേ ഡിസ്പ്ലേ ആണ്. AMD A129720P പ്രോസസർ ആണ്. ഇത് ആക്ച്വലി ഒരു 4 കോർ ഉള്ള പ്രോസസർ ആണ്. 3.6 GHz വരെ നമുക്ക് ബൂസ്റ്റ് കിട്ടുന്നതാണ്. AMDയുടെ ഇന്റഗ്രേറ്റഡ് Radeon R7 ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഇത് A സീരീസിലുള്ള ഒരു പ്രോസസർ ആണ്. കുറച്ച് പഴയതാണ്. ബട്ട് 4 കോഴ്സ് ഉണ്ട്. Radeon ഗ്രാഫിക്സ് വരുന്നുണ്ട്. സോ ഇതിൽ 8GBയുടെ RAM ആണുള്ളത്. അത് 16GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം 512GBയുടെ NVMe SSD സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. അതുകൂടാതെ 2.5 ഇഞ്ചിന്റെ ഒരു SATA സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2.5 ഇഞ്ചിന്റെ വേറെ SSD അല്ലെങ്കിൽ നോർമൽ ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വൈഫൈ, ബ്ലൂടൂത്ത്, USB ബാക്കി സംഭവങ്ങളെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ളതാണ്. വിൻഡോസ് 10 ഉണ്ട്. ഇതിന്റെ പ്രൈസ് ആണ് 30,990 ആണ്. ഇന്നത്തെ പ്രൈസ് ആണ്, ഇപ്പോഴത്തെ പ്രൈസ് ആണ്. സോ അതായിരുന്നു ASUSന്റെ Vivo Book സീരീസിലെ ഒരു ലാപ്ടോപ്പ്. നെക്സ്റ്റ് ഉള്ളതും ഒരു Vivo Book തന്നെയാണ്. ഇത് 40,000 റേഞ്ചിൽ വരുന്നതാണ്. മോഡൽ നമ്പർ X507UF-EJ300T ആണ്. 15.6 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതിൽ ഇന്റലിന്റെ i5 ആണ് പ്രോസസർ വരുന്നത്. 8250U പ്രോസസർ ആണ്. ക്വാഡ് HD പ്രോസസർ ആണ്. 3.5 GHz വരെ നമുക്ക് ഫ്രീക്വൻസി ബൂസ്റ്റ് കിട്ടുന്നതാണ്. 8GB DDR RAM ആണുള്ളത്. 16GB വരെ എക്സ്പാൻഡ് ചെയ്യാം. ഒരു ചെറിയ മൈനസ് ഉള്ളത് 1TBയുടെ നോർമൽ ഹാർഡ് ഡിസ്ക് ആണ് വരുന്നത്. പക്ഷേ ഇതിലൊരു M.2 സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു M.2 ഡ്രൈവ് വേണേ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ഗ്രാഫിക്സിലും ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉള്ളത് NVIDIAയുടെ MX 130 2GB ഗ്രാഫിക്സ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ലൈറ്റ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പ്രീമിയർ പ്രോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ
നോർമൽ ബേസിക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഹൈ എൻഡ് ആയിട്ടുള്ള 3D സംഭവങ്ങളോ ഗ്രാഫിക്സ് അല്ലെങ്കിൽ മോഷൻ ആർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലോ ആകും. നോർമൽ 1080p നോർമൽ വീഡിയോസ് സാധാ 1-2 ടൈറ്റിൽ എഫക്ട്സ് മാത്രം അങ്ങനത്തെ സംഭവങ്ങൾ ട്രാൻസിഷൻസ് ഒക്കെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിൽ. സോ ഇതിന്റെ പ്രൈസ് വരുന്നത് 40,990 rupees ആണ്. ഓഫീസ് യൂസിനായാലും ലൈറ്റ് എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഓൺ ദ ഗോ. നെക്സ്റ്റ് ഉള്ളത് ഏസറിന്റെ ആസ്പയർ 5 സീരീസിലെ ഒരു ലാപ്ടോപ്പ് ആണ്. മോഡൽ നമ്പർ വരുന്നത് A515-43 ആണ്. 36,990 rupees ആണ് ഇപ്പോഴത്തെ പ്രൈസ്. 15.6 ഇഞ്ചിന്റെ ആന്റിഗ്ലിയർ ഡിസ്പ്ലേ ആണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ്. Ryzen 5 3500U പ്രോസസർ ആണ്. 4 കോഴ്സും 8 ത്രെഡ്സും ഉള്ള ഒരു പ്രോസസർ ആണ്. 3.7 GHz വരെ ബൂസ്റ്റ് കിട്ടും. AMDയുടെ Vega 8 ഗ്രാഫിക്സ് ആണ് ഇതിൽ വരുന്നത്. 8GB DDR5 എക്സ്പാൻഡബിൾ റാം ആണ്. 16GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 512GB NVMe SSD സ്റ്റോറേജ് ആണ് ഇതിലുള്ളത്. ബാക്കി കണക്ടിവിറ്റി ആൻഡ് പോർട്സ് എല്ലാം തന്നെ കോമൺ ആണ്. വൈഫൈയും സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിൽ. Windows 10 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് പറയുന്നത് 7 hours ആണ്. സോ ഇതും വേണമെങ്കിൽ ലൈറ്റ് എഡിറ്റിംഗിനും കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. കാരണം 4 കോഴ്സും 8 ത്രെഡ്സും ഉള്ള പ്രോസസർ ആണ്. Vega 8 ഇതിൽ വരുന്നുണ്ട്. സോ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ ആണ് നമ്മുടെ റീസെന്റ് ലോഞ്ച് ആയ Xiaomiയുടെ നോട്ട്ബുക്ക് 14 എന്ന് പറയുന്ന ലാപ്ടോപ്പ്. സോ ഇതൊരു 14 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ലാപ്ടോപ്പ് ആണ്. ഇന്റലിന്റെ 10th ജനറേഷൻ പ്രോസസർ ആണ് ഇതിൽ വരുന്നത്. 10210U പ്രോസസർ. 4 കോഴ്സും 8 ത്രെഡ്സും ഉള്ള ഒരു പ്രോസസർ ആണ്. ഇന്റലിന്റെ തന്നെ UHD 620 ഗ്രാഫിക്സ് ആണ് ഇതിൽ വരുന്നത്. ഇതല്ലാതെ തന്നെ MX 250യുടെ മോഡൽ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള ഹൊറൈസൺ എഡിഷൻ എന്ന് പറയുന്നതുണ്ട്. അത് 50,000 rupees മേലെയാണ് സ്റ്റാർട്ട് ആവുന്നത്. എന്തായാലും 50,000 ആ റേഞ്ച് ആണെങ്കിലും ഞാൻ പേഴ്സണലി അത് റിക്കമെൻഡ് ചെയ്യില്ല. കാരണം 50,000 മേലെ നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എഡിറ്റിംഗിന് വേണ്ടി ചെയ്യാനാണെങ്കിലും ഗെയിമിംഗ് ലാപ്ടോപ്സ് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എഡിറ്റിംഗ് ഓർ ഗെയിമിംഗ് പർപ്പസിന് ഈ ലാപ്ടോപ്പ് ഞാൻ ഒട്ടും റിക്കമെൻഡ് ചെയ്യത്തില്ല. ഈവൻ ദോ ഇതിൽ MX 350യുടെ ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. സോ ഈ പറയുന്നതിൽ ഹൊറൈസോൺ എഡിഷൻ നോക്കണ്ട. നോർമൽ എഡിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ യൂസിനൊക്കെ പറ്റിയ ലാപ്ടോപ്സ് ആണ്. 41,000 തൊട്ട് 44,000 ആ റേഞ്ചിലാണ് വരുന്നത്. ലൈറ്റ് എഡിറ്റിംഗ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റും. 256GBയുടെയും 512GB സ്റ്റോറേജ് M.2 സ്റ്റോറേജിലാണ് വരുന്നത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ സ്പെക്സും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ പഴയ വീഡിയോ നോക്കിയാൽ മതി. അതെന്തായാലും ഇവിടെ പിൻ ചെയ്തേക്കാം. സോ അതായിരുന്നു നമ്മുടെ ഫൈനൽ റെക്കമെൻഡേഷൻ Xiaomiയുടെ Mi നോട്ട്ബുക്ക് 14. എന്തായാലും ലാപ്ടോപ്സിന്റെ റെക്കമെൻഡേഷൻസ് ഇതൊക്കെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രൈസിന്റെ കാര്യമായാലും സ്പെസിഫിക്കേഷൻസിന്റെ ആയാലും പല മോഡൽസ് അവൈലബിൾ ആണ് സെയിം നെയിമിൽ. സോ അതെല്ലാം സ്പെസിഫിക്കേഷൻസും പ്രൈസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ മേടിക്കേണ്ടത്. എന്തായാലും അവസാനമായിട്ട് ഞാൻ 1-2 എക്സ്ട്രാ ഡിവൈസസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് തോഷിബയുടെ 1TB എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. തോഷിബ കാൻവിയോ ബേസിക്സ് എന്നാണ് ഇതിന്റെ പേര്. 3700 ആ റേഞ്ച് ആണ്. 1TB എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. അല്ലെങ്കിൽ സീഗേറ്റിന്റെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സീഗേറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ്. സീഗേറ്റിന്റെ ബാക്കപ്പ് പ്ലസ് സ്ലിം എന്ന് പറയുന്ന മോഡൽ 4,000 rupeesന് താഴെയാണ് വരുന്നത്. 1TB എക്സ്റ്റേണൽ ഡ്രൈവ് കുറച്ചുകൂടെ സ്ലിമ്മർ ആയിട്ടുള്ള പുതിയ മോഡലാണ് ഇത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള DVD റൈറ്റേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ HPയുടെ എക്സ്റ്റേണൽ DVD റൈറ്റർ ഉണ്ട് 1,495 rupeesന്റെ. അതേപോലെ Asusന്റെ ഒരു എക്സ്റ്റേണൽ സ്ലിം ആയിട്ടുള്ള DVD റൈറ്റർ ഉണ്ട് 1,800 ആ റേഞ്ച് ആണ്. സോ ഇൻ കേസ് അഡീഷണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ക് ഡ്രൈവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ 4 മോഡൽസ് നോക്കാവുന്നതാണ്. ഇതിന്റെ എല്ലാം ലിങ്ക്സ് ഞാൻ മാക്സിമം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. പ്രൈസസ് കമ്പയർ ചെയ്തിട്ട് വാങ്ങാം, ഓഫ്ലൈനും ഓൺലൈനും. സോ എന്തായാലും ഇതായിരുന്നു 20,000 to 40,000 റേഞ്ചിൽ വരുന്ന ബേസിക് യൂസിനുള്ള ഹോം യൂസ് ഓർ കോളേജ് സ്റ്റുഡന്റ് യൂസ് ബേസിക് ഓഫീസ് യൂസിനുള്ള ലാപ്ടോപ്സിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ്. നമ്മൾ നെക്സ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെ ഒരെണ്ണം ചെയ്യുന്നുണ്ട് അപ്ഡേറ്റഡ് വീഡിയോ. ഇപ്പൊ ഇറങ്ങിയ കുറെ ലാപ്ടോപ്സിന്റെയും ഇനി ഇറങ്ങാനിരിക്കുന്ന Acer Nitro 5 2020 അതേപോലെ റീസെന്റ് ഇറങ്ങിയ TUF A15 ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്സിന്റെ മാത്രം. സ്പെസിഫിക് ആയിട്ട് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് നീഡ്സിനുള്ള എന്തെങ്കിലും ലാപ്ടോപ്സിന്റെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിൽ പറയാവുന്നതാണ്. നെക്സ്റ്റ് എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്സിന്റെയും ഹൈ എൻഡ് എഡിറ്റിംഗ് ലാപ്ടോപ്സിന്റെയും. സോ മേ ബി നിങ്ങളുടെ റിക്വയർമെന്റ്സ് ഒക്കെ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണിയൊന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.